ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് കുറച്ച് നാടനല്ലാത്ത റോസുകളുടെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഓർക്കിഡ് റോസാണ്. കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. രണ്ടാമതായിട്ട് ബ്രിട്ടീഷ് ക്യൂൻ റോസാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് ബ്രിട്ടീഷ് ക്യൂന് ഫ്ലവറിങ് ആവുന്നത്. ചില സമയത്ത് ഇതിൽ കണ്ടില്ലേ പിങ്ക് ഷെയ്ഡ്, ആ പിങ്ക് മാത്രമായിട്ട് ഫ്ലവറിങ് ആവും. ചിലപ്പോൾ പിങ്കും വൈറ്റുമായിട്ട് ഫ്ലവറിങ് ആവും. അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കാശ്മീരി റോസാണ് കേട്ടോ. നല്ല നാടൻ കാശ്മീരി റോസാണ്. നിറയെ പൂക്കളുണ്ടാവും. നല്ല പൂത്തൊലഞ്ഞ് കിടക്കുന്നൊരു പ്ലാന്റ് കൂടെയാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി കൂടിയാണ് കാശ്മീരി. നമ്മുടെ ഓവറായിട്ടുള്ള കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ എന്നും പോയി പ്രൂൺ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വളം കൊടുക്കണം, അങ്ങനെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതുപോലെ പൂവിടുന്നൊരു വെറൈറ്റിയാണ് കാശ്മീരി റോസ്. അടുത്തതായിട്ട് മാംഗോ യെല്ലോ. ഒരുപാട് എൻക്വയറീസ് വരുന്നൊരു വെറൈറ്റിയാണ് മാംഗോ യെല്ലോ റോസ്. നമുക്ക് സെയിലിന് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഹെറോഗേറ്റ് ആണ്. ഇതും നമുക്കിപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവരാതിരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് വീണ്ടും സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. പൂക്കൾക്ക് അത്യാവശ്യം നല്ലതുപോലെ വലിപ്പമുണ്ട് കേട്ടോ. ഉണ്ടോ എന്തോരം വലിപ്പമുള്ള പൂക്കളാണ്. ഹെറോഗേറ്റ് എന്നാണ് ഐഡി വരുന്നത്. അടുത്ത റോസ് എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ്. നമ്മുടെ ഇതേ കണ്ടില്ലേ, മുട്ടുകൾ ചിലപ്പോൾ വിരിയും, ചിലപ്പോൾ വിരിയില്ല. ഇതുപോലെ വന്നിട്ട് തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട്. ഒരു ഇംഗ്ലീഷ് റോസിനോടൊക്കെ സാമ്യമുള്ളൊരു പ്ലാന്റ് കൂടെയാണ് ആപ്രിക്കോട്ട് റോസ് എന്ന് പറയുന്നത്. നല്ല ചെങ്കൽ നിറമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ആപ്രിക്കോട്ട്. ഇത് തഞ്ചാവൂർ റോസാണ്. തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് തഞ്ചാവൂർ. തമിഴ്നാട്ടിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് തഞ്ചാവൂർ റോസ്. അവിടെ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാവാം ഇതിൽ തഞ്ചാവൂർ റോസ് എന്ന് പേര് വന്നിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഇത് റെഡ് ബട്ടൺ റോസാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കപ്പ് ഷേപ്പിലാണ് പൂക്കൾ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് ക്യൂനല്ലേ, രണ്ടാമത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ബ്രിട്ടീഷ് ക്യൂനാണ് ഇത്. പൂക്കൾ കണ്ടില്ലേ, എന്ത് രസമായിട്ടുള്ള പൂക്കളാണ്. ഇതുപോലെ ആയിരിക്കും കൂടുതലും ഫ്ലവറിങ് ആവുക. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് ഓരോ തവണയും ഓരോ പൂക്കൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിശയപ്പെടേണ്ട കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച് മേടിക്കുന്ന കളർ ആയിരിക്കില്ല ഫ്ലവറിന് ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടായിരിക്കും മേടിക്കുന്നത്. ചിലപ്പോൾ ഡാർക്ക് കളറിലെ പൂക്കളായിരിക്കും വരിക. അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട. കണ്ടില്ലേ, ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കണ്ടില്ലേ, ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. വൈറ്റ് ഷെയ്ഡിലൊക്കെ വരാറുണ്ട്. ഇത് വന്നിട്ട് റെഡ് പിനാക്കിയോ റോസാണ്. പൂക്കളുടെ രാജകുമാരി. ഇത് നമ്മുടെ സ്വന്തം പനിനീർ റോസാണ്. പൂക്കളുടെ കാര്യത്തിലായാലും മണത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു റോസിനെ കുറിച്ചിട്ട്. നാടനാണ്. നമ്മുടെ കമ്പ് വെട്ടി വെച്ച് തൈകളാക്കി എടുത്ത പ്ലാന്റ്സാണ് കേട്ടോ. ഏതാ പനിനീർ റോസിൻ്റെ തൈകളുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് പണ്ട് കണ്ടുകൊണ്ടിരുന്ന പട്ട് റോസില്ലേ, പനിനീർ റോസിൻ്റെ കൂട്ട് തന്നെ വരുന്നൊരു റെഡ് കളർ ഷെയ്ഡിൽ വരുന്നൊരു പൂവ്, പട്ട് റോസിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഫ്ലോറിബണ്ട റിച്ച് റെഡ് ആണ്. നമ്മുടെ ഇംഗ്ലീഷ് റോസ് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇംഗ്ലീഷ് റോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് പോലെ നമുക്ക് തോന്നുന്ന ടൈപ്പാണ്. നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പാണ്. തേനീച്ചകളും വണ്ടുകളും ഒക്കെ ഒത്തിരി വന്ന് അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ. ഇത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. അടുത്ത വെറൈറ്റി ബേബി പാരഡൈസ് ആണ്. ഇത് കണ്ടില്ലേ, വൈറ്റും പിങ്കും ഒക്കെ ആയിട്ട് കളർഫുള്ളായിട്ട് വിരിയുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ഫോർ യു എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഒരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ബ്ലൂ ഫോർ യു എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊറിയർ ചാർജ് മേടിക്കുന്നില്ല കേട്ടോ. 5 പ്ലാന്റ്സിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ആഡ് ആകത്തില്ല. ഇത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂ. ഇത് വന്നിട്ട് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ഷെയ്ഡുള്ള ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ ബ്ലാക്കിനെ കുറിച്ചിട്ടൊരു കാര്യം പറയാനും കൂടെ ഉണ്ട്. നമുക്ക് മെച്യൂർ പ്ലാന്റ്സിലാവുമ്പോഴാണ് കൂടുതൽ ഡാർക്കായിട്ടുള്ള കളറിൽ വരിക കേട്ടോ. പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസാണ്. നല്ല പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത്. പിങ്കും വൈറ്റും, സെൻറ്ററിൽ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ വൈറ്റ് വന്നിട്ട് ചുറ്റിനും പിങ്ക് കളറാണ്.
ഇത് അറേബ്യൻ ജാസ്മിൻ ആണ്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വെറൈറ്റി കൂടെയാണ് അറേബ്യൻ ജാസ്മിൻ സെയിലിന് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് ഏകദേശം ഒരു 40 തൈകൾക്കകത്ത് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഈ റോസ് കമ്മൽ റോസാണ്, അല്ലാന്നുണ്ടെങ്കിൽ പേർഷ്യൻ വൈറ്റ്, മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ്. പേർഷ്യൻ വൈറ്റിൻ്റെ തൈകൾ നമുക്കുണ്ട് കേട്ടോ. ഇത് ലേ മാർണേ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിങ്കും വൈറ്റും ഒരു പീച്ച് പിങ്കൊക്കെ ചേർന്നിട്ട് വരുന്നൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. വൈറ്റും കളറിലൊക്കെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. കുട പോലെ ആയിരിക്കും പൂക്കൾ നിൽക്കുന്നത്. നിറയെ ഇങ്ങനെ കൊലകൊത്തി പൂക്കുകയും ചെയ്യുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ലെമൺ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.